LDF സർക്കാരിന്റെ കാലത്ത് ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനെന്ന് പറഞ്ഞ് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് മീഡിയ വണ്ണ് AFAയുമായി ഔദ്യോഗിക കരാർ ഇല്ലെന്നും ഉള്ളത് ഒരു ബ്രോഷർ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ധനകാര്യ നിയമവകുപ്പുകളുടെ പരിശോധനയോ ക്യാബിനറ്റ് തീരുമാനമോ ഇല്ലാതെ ധൃതി പിടിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. സുരക്ഷാ നിക്ഷേപമോ കൃത്യമായ കരാറോ ഇല്ലാതെ സ്വകാര്യ കമ്പനിക്ക് കരൂർ സ്റ്റേഡിയം കൈമാറി. വിദേശ ഇടനിലക്കാരൻ വഴി 126 കോടി രൂപ വിദേശത്തേക്ക് അയച്ചതിൽ ക്രമക്കേടുകളും അനധികൃത ഇടപാടുകളും സംശയിക്കുന്നുണ്ട്. വിദേശ പണ ഇടപാട്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസ് വിടണം. റിപ്പോർട്ടർ TVയെ സ്പോൺസറായി തെരഞ്ഞെടുത്ത് ടെൻഡറില്ലാതെയാണെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടർ പറയുന്നു. മുഹമ്മദ് അസ്ലമും MK ഷുക്കൂറും വിവരങ്ങളുമായി ചേർന്നു. അസ്ലം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഔദ്യോഗികമായ ഒരു കരാർ ഇതിനില്ലായിരുന്നു എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സ്പോൺസർ ആ സമയത്ത് പുറത്തുവിട്ട ഒരു കരാർ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു? അതായത് സംസ്ഥാന സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മത്സരം നടത്തുന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക കരാറും സംസ്ഥാന സർക്കാരിന്റെ ഫയലിലില്ല. ഉള്ളത് ഒരു ബ്രോഷർ മാത്രമല്ല റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആണ് ഗ്ലോബൽ ആഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ച് പണം അടയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരം രേഖകൾ, അതായത് അവർ കരാറിൽ ഏർപ്പെട്ടു എന്നതിന് സംസ്ഥാന സർക്കാരിന് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള രേഖകളുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുള്ള രേഖകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഈ കരാർ എങ്ങനെ ഉണ്ടായി, സംഭവം ഈ ഒരു മത്സരത്തെ നടത്താൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നടത്താൻ ഉറപ്പ് തന്നു എന്നതൊക്കെ എങ്ങനെയാണെന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കായിക വകുപ്പിന്റെ ഫയലിലുള്ള കുറച്ച് ഇമെയിൽ ഇടപാടുകൾ മാത്രമാണ് ശരിക്കും കായിക വകുപ്പിന്റെ ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനാവശ്യമായ ഇത്തരമൊരു അന്താരാഷ്ട്ര മത്സരത്തിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ടതായ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അത് ഫിഫയുടെ അംഗീകാരമാണെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ വിനിമയ ചട്ടങ്ങളുമായി അങ്ങനെ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും, അത് വിദേശ മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ മറ്റുള്ള സ്വകാര്യ കമ്പനികളുമായും മറ്റുമൊക്കെ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, ധനകാര്യ വകുപ്പുമായും നിയമവകുപ്പുമായുള്ള ആലോചന, അതോടൊപ്പം തന്നെ മറ്റ് സെക്രട്ടേറിയറ്റ് മാനുവൽ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത്തരം നടപടികൾ വേണമെന്ന് കായിക വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ശുപാർശ ഉണ്ടായിട്ട് പോലും, കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും കായിക മന്ത്രി വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഈ സ്വകാര്യ കമ്പനി റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്ന കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ, ഒന്ന് അവർക്ക് AFAയുമായി കരാർ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. അതിനുശേഷമാണ് അവർ കരാർ ഒപ്പിട്ടു എന്ന് പറയുന്ന ഡേറ്റിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ തന്നെ കരാറിന് അല്ലെങ്കിൽ കരാർ ഒപ്പിടാൻ വേണ്ടി അനുമതി നൽകുന്നത്. അത് തന്നെ ഒരു സ്വകാര്യ കമ്പനി നൽകുന്ന വലിയൊരു ഇതാണ്. മാത്രമല്ല പിന്നെ സ്റ്റേഡിയം വിട്ടു നൽകുന്നതിൽ ബന്ധപ്പെട്ട മറ്റു ഇളവുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയത് പിന്നെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു വഴിവിട്ട നീക്കമായിട്ടാണ് റിപ്പോർട്ട് കാണുന്നത്. പിന്നെ സ്റ്റേഡിയം ക്യാമ്പയിനത്തെക്കുറിച്ച് കൊച്ചിയിൽ നിന്ന് കൂടുതൽ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എല്ലാ നടപടികളും ഉണ്ടായി. മാത്രമല്ല ഈ മന്ത്രി V. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമായി മുന്നോട്ട് പോയത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും യോഗം വിളിക്കുകയും അതിനുശേഷമാണ് കല്ലൂരിലെ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ സ്വകാര്യ കമ്പനിക്ക് കൂടുതൽ വഴിവിട്ട സഹായങ്ങൾ ഉണ്ടായത് എന്ന് അതിൽ പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം പ്രധാനമായും അതാണ്. എന്തായാലും വലിയ തോതിലുള്ള ക്രമക്കേട് നടന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, വിജിലൻസ് അന്വേഷണം വേണം, കാരണം നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു സർക്കാർ ഇടപാട് നടന്ന സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട്. രണ്ടാമത്തത് EDയുടെ അന്വേഷണം, കള്ളപ്പണം വെളുപ്പിക്കലിലും വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായ കാര്യത്തിലും EDയുടെ അന്വേഷണം വേണം. അതുമാത്രമല്ല പിന്നെ സീരിയസ് SFIയുടെ അന്വേഷണം, വലിയൊരു ഇടപാടുകളുണ്ടായ സാഹചര്യത്തിൽ SFIയുടെ അന്വേഷണം വേണമെന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ വ്യത്യസ്ത മേഖലയിലുള്ള അന്വേഷണം വേണം, IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വേണം തുടങ്ങിയ വലിയ റിപ്പോർട്ടാണ്, വിശദമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ നടന്നതൊക്കെ ക്രമക്കേടുകളും മറ്റു മാത്രമാണ്. കുറെ പണം വിദേശത്തേക്ക് അയച്ചു, വിദേശ വിനിമയം നടത്തി, വിദേശ നിരക്ക് വിനിമയം നടത്തിയതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നു. ഈ സ്വകാര്യ കമ്പനി വളരെ 20 ദിവസം കൊണ്ട് തയ്യാറാക്കിയ ഒരു കമ്പനിയുടെ പേരിലാണ് ഈ പണമൊക്കെ അയച്ചിരുന്ന, ഒരു ഷെൽ കമ്പനിയുടെ പേരിലാണ്. അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയെക്കുറിച്ചൊന്നും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടാനോ അത് സ്ഥിരീകരിക്കാനോ ഒന്നും തയ്യാറായില്ല. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തി, നടപടിക്രമങ്ങൾ പാലിക്കാതെ മൊത്തത്തിൽ ഒരു കബളിപ്പിക്കലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പിന്നെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അസ്ലമായി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സർക്കാരിന് ഇത് സംബന്ധിച്ചൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ പ്രകാരം കാര്യങ്ങൾ നീങ്ങേണ്ടതിന് പകരം സ്പോൺസർ എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ ഒരു കൺകറൻസ് സർക്കാരുമായി ഉണ്ടായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും. അതായത് സ്പോൺസർ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെതായ നടപടിക്രമങ്ങൾ പാലിക്കണം. മാത്രമല്ല അതിനെ ടെൻഡർ അല്ലെങ്കിൽ കരാറ് മറ്റു കാര്യങ്ങൾ മീറ്റിംഗ് വിളിക്കുക, മീറ്റിംഗ് വിളിച്ചതിന് ശേഷം സർക്കാർ ഉത്തരവുണ്ടാവുക, തുടർന്ന് അങ്ങനെ ഓരോ നടപടിക്രമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ RBC ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിനൊക്കെ പിന്നീട് ആ സംസ്ഥാന സർക്കാർ അനുമതി നൽകുകയും ചെയ്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AFAയുമായി കരാർ ഒപ്പിട്ടു എന്ന് അവർ പറയുന്ന തീയതി കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷമാണ് AFAയുടെ AFAയുമായി കരാർ ഏർപ്പെടുന്നത് ഈ സ്വകാര്യ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് അനുമതി നൽകുന്നതിന്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ബേസിക്കായ ഒരു കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ആ കമ്പനി നീങ്ങിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വിദേശത്തേക്ക് പോകുന്നത് പറയുന്നതും അല്ലെങ്കിൽ വിദേശ പണം അടയ്ക്കുന്നു, വേറൊരു ഏജന്റ് മുഖേന 126 കോടി രൂപ അയക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും ഈ സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് പറയാൻ. അതിൽ സംസ്ഥാന സർക്കാർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ ആ കമ്പനിയുടെ നീക്കങ്ങൾക്കൊപ്പം നിന്നു എന്ന സൂചനകളാണ് സൂചനകൾ എന്ന് മാത്രമല്ല എന്ന കണ്ടെത്തലുകളാണ് ശരിക്കും ഈ സ്പെഷ്യൽ സെക്രട്ടറിയുടെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ മന്ത്രിയുടെ നിരവധി മീറ്റിംഗുകളുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ പോലും ഈ കല്ലൂർ സ്റ്റേഡിയം സംബന്ധിച്ച ഇളവുകൾ നൽകാൻ തീരുമാനമെടുത്തു. അന്വേഷണം ശരവേഗത്തിൽ കാര്യങ്ങൾ നീങ്ങി എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വഴിവിട്ട സഹായം സ്വകാര്യ കമ്പനിക്ക് ഉണ്ടായി. ഈ പ്രോജക്റ്റിനെ കുറിച്ചോ ഈ പ്രോജക്റ്റ് നടപടികളെ കുറിച്ചോ സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ ഗ്രാഹ്യമില്ലായിരുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സർക്കാർ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്.